ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫ്രെയിം സെറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ടേബിളിലൊക്കെ ഒരു എസ്തെറ്റിക് വൈബ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രെയിം ഫോട്ടോ ഒന്നും വെച്ചിട്ടുള്ള ഫ്രെയിമല്ല, നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ ഫ്രെയിം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ സെയിം സൈസിൽ ഒരു നമ്മുടെ OHP ഷീറ്റ് ഉണ്ടല്ലോ, OHP ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഞാൻ ആ ഒരു ഗ്ലാസ്സിൽ ഡയറക്റ്റ് ചെയ്താലും മതി, പക്ഷേ ഇത് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറച്ച് കാലം ഇത് കാണുമ്പോൾ എനിക്ക് മടുക്കും. അപ്പം എനിക്ക് അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലത്തെ സംഭവം ഒന്ന് മാറ്റി വെക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ ഡയറക്റ്റ് ചെയ്താൽ പിന്നെ എനിക്ക് ആ ഗ്ലാസ് മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഇതാകുമ്പോൾ ഈ ഒരു OHP ഷീറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നത് OHP ഷീറ്റിലാണ്. ഇത് OHP ഷീറ്റിൽ ചെയ്യണം നിർബന്ധമല്ല, നിങ്ങൾക്ക് കുറേ കാലമൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു ഗ്ലാസ്സിൽ ചെയ്താലും മതി. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് മുന്നേ വരച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു പിക്ചറാണ്. ഇതിങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വരച്ച് നോക്കിയിട്ടുള്ളതായിരുന്നു. മക്കൾ ഹോസ്പിറ്റലായ ടൈമിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ ആ ഒരു പിക്ചർ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വൈറ്റ്നർ വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ്നർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടി എനിക്ക് തോന്നുന്നു ഫിനിഷിങ്ങിൽ കിട്ടൽ നമ്മുടെ വൈറ്റ് അക്രിലിക് പെന്നൊക്കെ ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ വൈറ്റ് പെന്ന്, വൈറ്റ് കളർ ഈ ഒരു ഗ്ലാസ്സിൽ എഴുതാൻ പറ്റിയിട്ടുള്ള പെന്ന് ഏതും യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റ് കഴിഞ്ഞ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതും ചെയ്യാം കേട്ടോ. എനിക്കങ്ങനെ വൈറ്റിനോടാണ് ഒരു ഇഷ്ടം തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ്നർ യൂസ് ചെയ്തത്. പക്ഷേ അതൊരു എന്താ പറയുക, ഞാൻ വിചാരിച്ച ഒരു ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ഫിനിഷിങ് കുറവൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്രിലിക് പെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ഫിനിഷിങ്ങിൽ കിട്ടൽ. അങ്ങനെ ഞാനൊരു OHP ഷീറ്റിലേക്ക് ആ ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രൗൺ നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡ് ഉണ്ടാവുമല്ലോ, അതിലെന്തോ ഒരു പ്രിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് അതിൽ മൂവ് ആവാതെ വെച്ചാൽ മതി. പിന്നെ ഞാനിങ്ങനെ വെക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഗ്ലൂ ടേപ്പ് വെച്ചിട്ട് ഇത്തിരി ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയി പോകാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ആ ഒരു ഫ്രെയിമിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ആ ഒരു ഗ്ലാസ് നല്ല ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി പാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഇതേ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി എസ്തെറ്റിക് ലുക്ക് തരുന്ന ഒരു ഫ്രെയിമാണ് ഇത്. ഞാനിങ്ങനെ ടേബിൾ ഡെക്കോറാക്കിയിട്ട് നമുക്ക് ടേബിളിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൈറ്റ്നർ ആയതുകൊണ്ടാണ് കേട്ടോ ആ ലിപ്പൊന്നും ഫിനിഷിംഗ് ഇല്ലാത്തത്.